HMPV വൈറസ് ഇന്ത്യയിലും ആദ്യം റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ. കാരണം ബാംഗ്ലൂരിൽ ഒരു കുട്ടിക്ക് ഇത് കണ്ടെത്തി. അവരുടെ ഫാമിലിക്ക് ഇത് ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നുള്ളൂ. ഇവർ എവിടെയൊക്കെ സഞ്ചരിച്ചു എന്നുള്ളത് ആർക്കും അറിയില്ല. അത് ചെക്ക് ചെയ്ത് വരുന്നേ ഉള്ളൂ. ഏതായാലും ചൈനയിൽ നേരത്തെ കോവിഡ് തുടങ്ങിയപ്പോൾ ഇതുപോലെ തന്നെയായിരുന്നു. ചെറിയതായിട്ട് ഇത് ആരംഭിച്ചു അവിടെ, പിന്നെ പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങി. ഇതും അങ്ങനെ വരാൻ സാധ്യതയുണ്ടോ എന്ന് നമ്മൾ വളരെ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു സമയമാണത്. കാരണം കോവിഡിൻ്റെ ആ വിനാശം വന്നിട്ട് രാജ്യങ്ങളെല്ലാം വീണ്ടും തലപൊക്കി നടന്നു തുടങ്ങുന്നേ ഉള്ളൂ. അപ്പോഴാണ് വീണ്ടും അടുത്ത ഒരു വൈറസ് നമ്മൾ പിടികൂടിയിരിക്കുന്നത്. ചൈനയിലേക്ക് ഇത് ചൈനയിൽ നിന്നാണോ വരുന്നത് എന്ന്, അല്ലെങ്കിൽ ചൈനയിലാണോ ഇത് ഉണ്ടാവുന്നത് എന്ന് നമുക്ക് വ്യക്തമായി പറയാൻ കഴിയില്ല. കാരണം ചൈനയിലാണ് കോവിഡ് ഉണ്ടായത്. അതുപോലെ തന്നെ ഇതും ഇപ്പോൾ ചൈനയിലാണ് ആരംഭിച്ചിരിക്കുന്നതായിട്ടാണ് കണ്ടെത്തിയിരിക്കുന്നത്. ചൈനയിലേക്ക് നമ്മുടെ പ്രദേശത്ത് നമ്മുടെ ഗ്രാമങ്ങളിൽ നിന്ന് പോലും ഇപ്പോൾ ആളുകൾ പല ബിസിനസ്സിനും ജോലിക്കും ഒക്കെ ആയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ രാജ്യത്തേക്കും സ്പ്രെഡ് ചെയ്യാൻ വലിയ താമസമൊന്നും വേണ്ട. അതാണ് ഇപ്പോഴത്തെ സാഹചര്യം. പണ്ടങ്ങനെ അല്ലായിരുന്നല്ലോ. ചൈനയുമായി നമുക്ക് അത്രയും ബന്ധമുണ്ടായിരുന്നില്ല. ഇന്ന് ചൈനയിലെ ഒരുപാട് സാധനങ്ങൾ നമ്മുടെ രാജ്യത്തേക്ക് വരുന്നു, പല രാജ്യങ്ങളിലേക്കും പോകുന്ന പോലെ തന്നെ. അപ്പോൾ ഇവിടുന്ന് നമ്മുടെ ഗ്രാമങ്ങളിൽ നിന്ന് പോലും പല ആളുകളും ചൈനയിൽ പോയി സാധനങ്ങൾ കൊണ്ടുവരികയും അതുപോലെ തന്നെ ജോലിക്ക് പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവരിൽ നിന്നും അവർ ഇന്ത്യയിലേക്ക് വരുന്നു. ഈ രോഗമുള്ള സമയത്ത് ഈ വൈറസിനെ പേറിക്കൊണ്ടായിരിക്കാം ചിലപ്പോൾ അവർ നമ്മുടെ രാജ്യത്തേക്ക് വരുന്നത്. അവരിൽ നിന്ന് ഇത് പകരാം. എന്തായാലും ഇത് പെട്ടെന്നായിരിക്കും ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് എല്ലാ ആളുകളിലേക്കും വരുന്നത്. അപ്പോൾ നമ്മൾ വീണ്ടും മാസ്ക് വെച്ച് പ്രതിരോധിക്കേണ്ടതായിട്ട് വരും. കാരണം ഇതിന് വാക്സിനൊന്നും കണ്ടെത്തിയിട്ടില്ലല്ലോ. ഇതിനുള്ള വാക്സിനും ഇതുവരെ ഒന്നും കണ്ടെത്തിയിട്ടില്ല. പിന്നെ ഇതിന് ഇപ്പോൾ പ്രത്യേകിച്ച് മരുന്നുകളും ഇല്ല. റെസ്റ്റ് ചെയ്ത് ഒരു പനി കുറയ്ക്കുന്ന രീതിയിലുള്ള മരുന്നുകൾ കഴിച്ച് റെസ്റ്റ് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ പ്രതിരോധം. അപ്പോൾ ഇതുകൊണ്ട് നമ്മൾ വളരെ സൂക്ഷിക്കേണ്ട ഒരു കാലഘട്ടത്തിലേക്ക് വീണ്ടും വരികയാണ്. സൂക്ഷിച്ചില്ലെങ്കിൽ വീണ്ടും ഇതുപോലെ ലോക്ക്ഡൗണൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ സാമ്പത്തികമായി തകരും. മാനസികവും സാമ്പത്തികവും ശാരീരികവുമായ ബുദ്ധിമുട്ട് വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിച്ചേ മതിയാവും. വന്നിട്ട് ചികിത്സിക്കുന്നതിലും നല്ലത് രോഗം വരാതിരിക്കാൻ ശ്രമിക്കലാണല്ലോ. അതിലാണ് ആളുകൾ തോറ്റുപോകുന്നത്. കാരണം ശ്രദ്ധിക്കില്ല, വരില്ല, നമ്മളിവിടെ ഒന്നും വരില്ല എന്നുള്ള ചിന്തയായിരിക്കും മിക്ക ആളുകൾക്കും. പിന്നെ മാസ്ക് വയ്ക്കലൊക്കെ ഒരു അസ്വസ്ഥതയാണ്. പക്ഷേ അതിനെ പ്രതിരോധിക്കാൻ ഈ വക മാർഗങ്ങൾ ശീലിച്ചേ മതിയാവൂ.